അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മട്ടുപ്പാവിൽ കഥ പറഞ്ഞിരിക്കുന്ന ഭാര്യയും ഭർത്താവും, അതെ, മുംതാസും അവളുടെ ഭർത്താവ് ഡോക്ടർ ബാദുഷയും. അവരുടെ ആ ഒരു സ്നേഹനിമിഷങ്ങൾ കണ്ട ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വളരെയധികം സന്തോഷം തോന്നുകയാണ്. അവർ മക്കളെ അന്വേഷിച്ച് പോയ സമയത്ത് അവർ നല്ല രീതിയിൽ സ്നേഹത്തോടെ നിൽക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച കണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും ഹൃദയം വല്ലാതെ അങ്ങ് നിറഞ്ഞുപോയി. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു, അൽഹംദുലില്ലാ, ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതല്ലാതെ അവൾ അവനോട് വല്ലാതെ മൈൻഡില്ലാതിരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായിരുന്നു അല്ലേ? ബാദുഷമോനെ ഒരു സങ്കടവും അറിയിക്കാതെ വളർത്താനാണ് നാം ഇതുവരെ ശ്രമിച്ചത്. പക്ഷേ വിവാഹശേഷം അവനിൽ വന്ന ആ ഒരു മൂഡ് ഓഫ്, ആ ഒരു സങ്കടം, ആ കാര്യത്തിൽ ശരിക്കും ആ ഉമ്മയും ഉപ്പയും സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ അപ്പോൾ കണ്ട ആ ഒരു നിമിഷം, ആ ഒരു കാഴ്ച കണ്ട് അവരുടെ ഹൃദയവും കണ്ണും നിറഞ്ഞു. സന്തോഷം വീട്ടുകാരിലെല്ലാം അറിയിച്ചു. എല്ലാവരും സന്തോഷത്തിൽ പങ്കുകൊണ്ടു. എല്ലാവരും പറഞ്ഞു അവർ ഹാപ്പിയിലാണ്, അൽഹംദുലില്ലാ, ഇനി ഞങ്ങൾക്ക് സന്തോഷത്തോടെ പിരിയാലോ. എല്ലാവരും നല്ല രീതിയിൽ റാഹത്തോടു കൂടി പിരിയുകയാണ്. കാരണം അവരുടെ മകൻ ബാദുഷമോൻ്റെയും മുംതാസ് മരുമകളുടെയും നല്ല ദിനരാത്രങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വളരെയധികം ഹാപ്പിയിലാണ് എന്നുള്ള കാര്യം നേരിട്ട് കണ്ണുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും കണ്ടതുകൊണ്ട് അവർക്ക് പൂർണ്ണമായും വിശ്വാസമാവുകയാണ്. എന്നാൽ ഈ സമയം ഡോക്ടർ മുംതാസിനോട് അവൻ്റെ കഥകളെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ടിട്ടാണ് അവർ രണ്ടുപേരും തമ്മിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയത്. സ്വന്തം പെങ്ങളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്ന് പോലും അപ്പോഴും ഡോക്ടർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ മുംതാസ് പറഞ്ഞു, ഫിറോസ്ക, എനിക്ക് കുറച്ച് കഥ പറയാനുണ്ട്. ശരിക്കും ഫിറോസ്ക എന്ന് വിളിച്ചപ്പോൾ അവൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇതുവരെയായിട്ട് തൻ്റെ ജീവിതത്തിൽ ആരും തന്നെ ഫിറോസ് എന്ന് വിളിച്ചിട്ടില്ല. കുഞ്ഞു മകനായ ഞാൻ, 3 വയസ്സുകാരൻ, നിൻ്റെ പേരെന്താണ് എന്നെല്ലാവരും ചോദിക്കുമ്പോൾ പലരോടുമായി ഞാൻ പറയാറുണ്ടായിരുന്നു എൻ്റെ പേര് ഫിറോഷ് എന്നൊക്കെ. പക്ഷേ അത് പിന്നീട് ഇവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ബാദുഷയാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ ഡോക്ടർ ബാദുഷയായി മാറി അവൻ. അതാണ് അവൻ്റെ ചരിത്രം. ഫിറോസ്ക എന്നുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ ശരിക്കും അതാ അവന് വല്ലാതെ സന്തോഷം തോന്നുകയാണ്. മോളെ, എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു മോളെ. ആ വിളി കേട്ടപ്പോൾ അതായിരുന്നു എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്കിട്ട പേര്, ഫിറോസ്. അതെ, എന്നെ അതായിരുന്നു വിളിച്ചിരുന്നത്. ഫിറു എന്ന് സ്നേഹത്തോടെ വിളിക്കും. ഫിറു, അതെ, ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കൽ നിന്ന് വല്ലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളെ കുട്ടി, നമ്മളെ പൊന്നുമോൻ ഫിറു എന്നൊക്കെ. പക്ഷേ കണ്ടിട്ടില്ലല്ലോ, ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം ഇക്കാക്ക നഷ്ടപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ ഗർഭം ചുമന്നതും പ്രസവിച്ചതൊക്കെ. അതുകൊണ്ട് വല്ലാതെയൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും ഇടയ്ക്കിടെ കണ്ണീരോടെ ഉമ്മയും ഉപ്പയും പറയുന്ന ആ ഒരു വാക്കുകൾ മുംതാസ് ശ്രദ്ധിച്ചിരുന്നു. അവളോട് ഇടയ്ക്കിടെ ഉമ്മ കഥ പറയുമായിരുന്നു. മോളെ, എൻ്റെ പൊന്നുമോൾക്കൊരു ഇക്കാക്കയുണ്ടായിരുന്നു. അതെ, ഫിറോസ് എന്നായിരുന്നു പേര്. ഫിറു എന്ന് വിളിക്കും. അങ്ങനെ കുസൃതി ബാലനായ ഫിറു എന്ന പൊന്നുമോൻ പൊട്ടിത്തെറിച്ച് നടക്കുന്ന ആ ഒരു പ്രായം, 3 വയസ്സുകാരൻ്റെ ആ ഒരു പ്രായം എന്താണ്? അതെ, ആ പ്രായത്തിൽ പോയടി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി, കൈവിട്ടു പോയി. ഉമ്മ എങ്ങോട്ടാണ് പോയത്? ഇക്കാക്കാനെ നമുക്ക് തിരിച്ച് വിളിക്കാൻ പറ്റൂലേ? മോളെ, അറിയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ എൻ്റെ കുഞ്ഞ് സുരക്ഷിതനായിരിക്കട്ടെ. എല്ലായിടത്തും അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. അതും പുറം രാജ്യത്തു നിന്നായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാനും കഴിഞ്ഞില്ല. പിന്നീട് അള്ളാഹു ആലം, എൻ്റെ കുട്ടി ഒരു ബുദ്ധിമുട്ടിനും പെടുത്തരുതേ റബ്ബേ. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും റബ്ബേ, എൻ്റെ കുട്ടിക്ക് നിൻ്റെ കാവലെപ്പോഴും നീ കൊടുക്ക്. അങ്ങനെയായിരുന്നു ആ ഉമ്മ ദുആ ചെയ്തിരുന്നത്. എന്നാൽ സുരക്ഷിത കരങ്ങളിലാണ് നമ്മുടെ ഫിറോസ് എത്തിയിട്ടുള്ളത്.
ഈ ഉമ്മയുടെയും ഉപ്പയുടെയും കൈകളിൽ മക്കളില്ലാതിരുന്ന അവർ ഈ ബാലനെ നല്ല രീതിയിൽ സ്നേഹിച്ചു. സ്വന്തം മോനെ പോലെ ലാളിച്ച് വളർത്തി. എല്ലാം നല്ല രീതിയിൽ വേദനിപ്പിക്കാതെ വളർത്തി. സ്വന്തം ഉപ്പയും ഉമ്മയും ഞങ്ങളാണ് എന്നുള്ള രീതിയിലാണ് വളർത്തിയത്. പക്ഷേ പിന്നെ ഒരിക്കൽ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അഡ്രസ്സിൻ്റെയോ എന്തോ ഒരു കാര്യത്തിൽ എങ്ങനെയോ അതറിയാതെ ഒരു ദിവസം പറഞ്ഞു. അതും ഉമ്മയും ഉപ്പയും അല്ല എന്നോട് പറഞ്ഞത്, അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ. ആ ദിവസം ഫിറോസ് മോൻ വളരെയധികം കരഞ്ഞു പോയി. കാരണം അതുവരേക്കും തൻ്റെ പ്രിയപ്പെട്ട മമ്മ പപ്പ എന്നുള്ള പേരിൽ അവർ എന്നെ വിളിപ്പിച്ചു. നല്ല രീതിയിൽ സ്നേഹം തന്നു. ആ 3 വയസ്സുകാരൻ അന്ന് ഒരുപാട് കരഞ്ഞിരുന്നു. പതുക്കെ പതുക്കെ ഇവരുടെ ജീവിതത്തിലെ സ്വന്തം മോനെ പോലെയായി എൻ്റെ ജീവിതം. എന്നാൽ ഇവരുടെ ഒരു ബന്ധു ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, അല്ല ബാദുഷാ, നീ ഇപ്പോൾ MBBS ഒക്കെ പഠിച്ച് വലിയ ഡോക്ടറാകാനൊക്കെ പോവുകയാണ്. പഠന സമയത്തായിരുന്നു അത് പറഞ്ഞിരുന്നത്. നിനക്ക് വല്ലതും അറിയോ? നിനക്ക് നിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വല്ലതും അറിയോ? അത് കേട്ട ബാദുഷ ഞെട്ടിപ്പോവുകയാണ്. നിങ്ങൾ എന്തേ പറയുന്നത്? എനിക്കൊന്നും അറിയുന്നില്ല. പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അല്ലടാ, അതങ്ങനെ ഒന്നല്ല. ഉമ്മയോടും ഉപ്പയോടുമുള്ള ചെറിയൊരു വൈരാഗ്യത്തിൻ്റെ പേരിലായിരുന്നു അത് ഈ മകനോട് പറഞ്ഞിരുന്നത്. മകന് നൽകുന്ന കൂടുതലുള്ള സ്നേഹം, മകന് നൽകുന്ന ലാളന, അത് ഉപ്പയുടെയും ഉമ്മയുടെയും ഫാമിലികൾക്കൊന്നും പറ്റിയില്ല. ഞങ്ങൾക്കൊക്കെ എത്ര മക്കൾ, ഏതോ ഒരു പുറമക്കാരൻ ചെക്കനോട് ഇത്രയധികം സ്നേഹം കാണിക്കാൻ എന്താ? അവരെന്ത് തേങ്ങക്ക അവർക്ക് കിട്ടുക? സ്വന്തം മോനാണെങ്കിലും ഓക്കെ, ഇതിപ്പോൾ സ്വന്തം മോനുമല്ല, എവിടുന്നോ കിട്ടിയ ഒരുത്തിനെ അവർ ഇത്രയധികം സ്നേഹിച്ച്. എന്തൊക്കെ തന്നെയായാലും അവരുടെ സ്വത്ത് മുഴുവനും അവനക്കായിരിക്കാനാണ് സാധ്യത. ആ വളർത്തുപുത്രന് അങ്ങനെ ആകാൻ വഴിയില്ലല്ലോ. നമ്മളൊക്കെ ഫാമിലിയിൽപ്പെട്ട ആളുകളല്ലേ, നമുക്കും കിട്ടേണ്ടതല്ലേ. അല്ലാതെ അത്രക്കും കോടീശ്വരനായ അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ ആ ചെക്കന് പോകും, അതുറപ്പാണ്. അതുകൊണ്ട് അവകാശം അങ്ങനെ കൊടുക്കാൻ പാടില്ല. അവൻ ഫിറോസ് ഇതൊന്നും അറിയുന്നേയില്ല. അവൻക്ക് അങ്ങനെ സ്വത്തിലും ഒരു കാര്യത്തിലും ഒരിഷ്ടവുമില്ല. അവൻ്റെ മമ്മയും പപ്പയും പറയുന്നതനുസരിച്ച് മാത്രം ജീവിക്കുന്ന നല്ലൊരു മോനാണ് അവനതിനെക്കുറിച്ചൊന്നും. പക്ഷെ അവന് വിലപിടിപ്പുള്ള കാറുകൾ സമ്മാനിക്കുന്നു. വിലപിടിപ്പുള്ള പലതും അവൻക്ക് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം അല്പം അസൂയുണ്ടായിരുന്നു. ഏതോ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തിനാ അത്രയധികം ക്യാഷ് മുടക്കുന്നത്, ഇത്രയധികം കോടികൾ ചിലവാക്കുന്നത്, ലക്ഷങ്ങൾ മുടക്കി എന്തിനാണ് ആ കുട്ടി എങ്ങനെ പഠിപ്പിക്കുന്നത്, MBBS ആക്കുന്നത്, MBBS MD എന്തൊക്കെയാണ്, എന്ത് കാര്യം? അവനൊക്കെ ഇട്ടറിഞ്ഞ് പോകൂലേ വലുതായാൽ? പലരും അത് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷെ ഫിറോസ് തിന്ന ചോറിന് നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെയും പപ്പയുടെയും പ്രിയപ്പെട്ട മകനായി അവരുടെ സ്നേഹം മാത്രം പിടിച്ചു പറ്റിക്കൊണ്ട് അവൻ ജീവിക്കുന്നു. മമ്മയും പപ്പയും പറയും, നമ്മുടെ സ്വന്തം മോനേക്കാൾ സ്നേഹമാണ്. എന്തൊരു നല്ല മോനാണ്, പഠിച്ചവനായിട്ട് നമുക്ക് എത്തിച്ചു തന്നതാണ്. കണ്ടില്ലേ എന്തൊരു സ്നേഹമാണെന്നോ. പാവാണ് എൻ്റെ മോനെ. എന്തൊക്കെ തന്നെയായാലും മലയാളം സംസാരിക്കുന്ന ഒരു കുട്ടി കൂടിയല്ലേ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് അവനൊരു പെണ്ണും ആലോചിക്കണം. അതായിരുന്നു ആ മാതാപിതാക്കൾ അന്നേ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഒരിക്കലതാ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ ഒരു കസിനെ അതാ അവൻ്റെ അടുക്കലേക്ക് വരുന്നു. ബാദുഷാ, ആര് നിൽക്കാക്കിയോ, ഇരിക്കേ. എന്തൊക്കെയുണ്ട്, പഠനമൊക്കെ എവിടെത്തി? ഇത് ലാസ്റ്റ് ഇയർ ആണ്. അത് കഴിഞ്ഞിട്ട് MBBS കഴിഞ്ഞിട്ട് MD എടുക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ്. ഓക്കെ, അല്ലാതെ പിന്നെ ഇതുകൊണ്ട് മാത്രം. ഇതൊക്കെ ഇപ്പോൾ ക്യാഷ്. ഇപ്പോൾ ക്യാഷിലാണ്. എൻട്രൻസിനൊന്നും ഞാൻ നിന്നിട്ടില്ല. അതൊക്കെ പിന്നെ പപ്പ എന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എനിക്കും താല്പര്യക്കുറവില്ല, എനിക്കും ഇഷ്ടമാണ്. പിന്നെന്ന് വെച്ചാൽ മമ്മയും പപ്പയും അനുസരിച്ച് നമ്മൾ ജീവിക്കണമല്ലോ. അല്ലാതെ അവരെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അവരുടെ ഇഷ്ടങ്ങൾ നേടിയെടുത്ത് കൊടുക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാദുഷയുടെ ആ ഒരു വാക്ക് കേട്ട അവരുടെ കസിന് പറയുകയാണ്, ബാദുഷ ശരിയാണ്, മമ്മയും പപ്പയും കേട്ട് ജീവിക്കണം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ബാദുഷ, അതിന് നിൻ്റെ മമ്മയും പപ്പയും അല്ലല്ലോ.
നിന്നെ പ്രസവിച്ച അമ്മയല്ലല്ലത്, ഉമ്മയും അല്ല ഉപ്പയും അല്ല. ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. ഇക്കാക്ക, നിങ്ങൾ എന്തേ പറയുന്നത്? പ്ലീസ്, ഇതൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേ മോനെ, അനക്കറിയായിട്ടാണ്. ഒരിക്കലും നീ ഇവരുടെ കുഞ്ഞല്ല, നിന്നെ എവിടുന്നോ കിട്ടിയതാണ്. ഇക്കക്ക പ്ലീസ്, നിങ്ങളെന്താ അനാവശ്യം പറയുന്നത്? എൻ്റെ ഉമ്മയും ഉപ്പയാണത്. എനിക്ക് അവരോട് കൂടുതലായിട്ട് ഇഷ്ടം സ്നേഹം എല്ലാം നൽകി എന്നെ വളർത്തി. ഇപ്പോൾ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അതേ ബാദുഷ മോനെ, നീ ഒരിക്കലും അവരുടെ മകനല്ല. അത് കേട്ട ബാദുഷയ്ക്ക് നിയന്ത്രണം വിട്ടുപോയി. അവൻ പൊട്ടിക്കരഞ്ഞു. കരയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഞാൻ കാര്യം പറഞ്ഞത് മാത്രം. അതല്ലേ ഇവിടെ ലാപ്പയുടെ സ്വത്തിന് ഞങ്ങളെല്ലാവരും അവകാശികളാണെന്ന്. അതായത് ജ്യേഷ്ഠൻ്റെ മക്കളായാലും ഒക്കെ ഉണ്ട്, അനിയൻ്റെ മക്കളായാലൊക്കെ എല്ലാവർക്കും ഒരേ രീതിയിൽ കിട്ടേണ്ടതാണ്. ഒരു മകനാണെന്ന് വിചാരിച്ച് അത് നിനക്ക് മാത്രം എഴുതി തരാനെങ്ങാനും പ്ലാൻ ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനായിരുന്നു. കാരണം നീ ഒരിക്കലും അവരുടെ മകനല്ല. അത് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകൻ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പഠിക്കുകയായിരുന്ന ബാദുഷ അതെല്ലാം കേട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നായിപ്പോയി. ഞാൻ മമ്മയുടെയും പപ്പയുടെയും മകനല്ലെന്നോ? റബ്ബേ, ഞാൻ എന്തേ കേൾക്കുന്നത്? ഹേയ്, ഒരിക്കലുമില്ല. അല്ലാതെ അവർ പിന്നെ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവനന്ന് അവൻ്റെ പഠനത്തിൽ ശ്രദ്ധിക്കുവാനേ കഴിഞ്ഞില്ല. അവൻ്റെ ചിന്തകൾ അങ്ങനെ പെരുകിക്കൊണ്ടിരുന്നു. പഠിച്ചോനെ, പെട്ടെന്ന് ഉമ്മയുടെ ആ ഒരു വിളി, മോനെ ബാദു. ബാദുഷിയെ ബാദു എന്നായിരുന്നു സ്നേഹത്തോടെ ഉമ്മ വിളിച്ചിരുന്നത്. ആ എന്തോ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എന്ത് പറ്റി? എൻ്റെ കുട്ടിയുടെ മുഖത്തൊക്കെ കണ്ണീരൊക്കെ വന്ന പോലെ. എന്ത് പറ്റി? തലവേദന എടുക്കുന്നുണ്ടോ? ഹേയ് ഇല്ല മമ്മ, ഒന്നുമില്ല. മമ്മയെ ആ നിമിഷം കെട്ടിപ്പിടിച്ച് അവൻ കരയുകയായിരുന്നു. എന്തു പറ്റി മോൻ, എന്താ കരയുന്നത്? അവർക്കാകെ വിഷയവുമായി പിതാവിനോട് കാര്യം പറയുകയാണ്. ഇക്ക നോക്കി, മോൻ കരയുന്നുണ്ട്. എന്തിനാവോ? കരയേ? ഹേയ്, അവൻ്റെ ഒരു തുള്ളി കണ്ണുനീറി ഭൂമിയിൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല. ആ പിതാവ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, പൊന്നുമോൻ എന്തിനാ കരയുന്നത്? കാര്യം മനസ്സിലായില്ലല്ലോ. പക്ഷേ ആ ഉമ്മയെയും ഉപ്പയെയും ഒരിക്കലും വേദനിപ്പിക്കരുത് എന്ന് അവൻ വിചാരിച്ചു. അവൻ ആ സത്യം പുറത്തു പറയുവാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഒരിക്കൽ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ അങ്ങനെ ഒരു ചോദ്യം അവൻ ചോദിക്കാൻ തയ്യാറായില്ല. കാരണം ഒരിക്കലും തൻ്റെ മകനല്ല എന്നുള്ള കാര്യം അറിയരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം മകനാണ് എന്നാണ് അവരുടെ ചിന്താഗതി. അതൊരിക്കലും ബാദുഷ അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവന് സ്നേഹം ഞങ്ങളോട് കുറയുമോ, ഞങ്ങളെ വിട്ടു പോകുമോ എന്നായിരുന്നു ആ മാതാപിതാക്കളുടെ ഭയം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വളർത്തുപുത്രനാണ് ഫിറോസ് എന്നുള്ള കാര്യം അവനോട് പറഞ്ഞതേയില്ല. അവർ അതെല്ലാം ഒളിച്ചു വെച്ചു. അവരെ സ്വന്തം മോനെ പോലെ അവർ ലാളിച്ച് വളർത്തി. പക്ഷേ കസിനിൽ നിന്നുണ്ടായ ആ ഒരു ചോദ്യം, ആ ഒരു വാക്കുകൾ, നീ ഒരിക്കലും അവരുടെ മകനല്ല എന്നുള്ളത്, അത് അറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഓരോ സങ്കടങ്ങൾ വന്നുകൊണ്ടിരുന്നു. റബ്ബേ, അപ്പോൾ എൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ അതാരായിരിക്കും? അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? അവരുടെ സ്ഥിതി എന്തായിരിക്കും? എന്തൊക്കെയായിരിക്കും റബ്ബേ? അവർ എന്നെ തിരയുന്നുണ്ടാകുമോ? ഇപ്പോഴും പാവം അവരെ ഒന്ന് കാണാൻ വല്ലാതെ ആഗ്രഹമുണ്ട്. പഠിച്ചോനെ, എവിടെ വെച്ച്? സൗദി അറേബ്യയിലോ അതോ ഏതൊരു ഗൾഫ് രാജ്യത്തിൽ വെച്ച് നഷ്ടപ്പെട്ടാണെന്ന് പറഞ്ഞു. ഒരു പക്ഷേ എൻ്റെ ഉമ്മയും ഉപ്പയും എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് അറിയുന്നില്ല. പക്ഷെ തന്നെ പഠിപ്പിക്കുന്നതും തനിക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതൊന്നും അവർക്കാർക്കും ഇഷ്ടമേ അല്ലായിരുന്നു. അവരെല്ലാവരും തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്ന് അതാ ബാദുഷയ്ക്ക് തോന്നുകയാണ്. പിതാവും മാതാവും പറയും, മോനെ, ഞങ്ങളെ മോനെ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ഡോക്ടറായി ഇറങ്ങണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ മോൻക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. എന്തൊക്കെ തന്നെ വേണമെങ്കിലും ഈ ഉമ്മയോടും ഉപ്പയോടും പറയണം എന്ന് അവർ ഇടയ്ക്കിടെ പറയുമ്പോൾ അവനത് വല്ലാത്ത ആശ്വാസമായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ താൻ കുത്തുവാക്കുകൾ ഏൽക്കാറുണ്ട് തൻ്റെ കസിനിൽ നിന്ന്. എന്താ ബാദുഷ, നീ നിൻ്റെ ഉമ്മയും ഉപ്പയും കണ്ടുപിടിക്കുന്നില്ലേ?
ഇവരുടെ കൂടെ വളർത്തുപുത്രനായി ജീവിക്കാനാണോ നിന്റെ പ്ലാനിങ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവനത് മൈൻഡ് ചെയ്യാറേയില്ല. ഈ ഒരു വിവരം ഒരു പക്ഷേ ഉമ്മയെയും ഉപ്പയെയും അറിയിച്ചു കഴിഞ്ഞാൽ അവർ ടെൻഷനാകും. ഞാൻ പിന്നെ നഷ്ടപ്പെട്ടാൽ അവർക്കതിലേറെ അസുഖമൊക്കെ ആവും എന്ന് ഭയന്നത് കൊണ്ട് തന്നെ അവനത് മൈൻഡ് ചെയ്തതുമില്ല, അവരോട് പറഞ്ഞതുമില്ല. പക്ഷേ ആ മാതാപിതാക്കൾ ഇന്നറിയുന്നില്ല അവൻ്റെ കൂടെ ഭാര്യയായിട്ട് വന്നത് അവൻ്റെ സ്വന്തം പെങ്ങളാണ് എന്നുള്ള കാര്യം. അവർ തമ്മിലുള്ള ആ ഒരു സന്തോഷ നിമിഷങ്ങൾ കണ്ട് സന്തോഷത്തോടെ സായുജ്യമടയുകയാണ് ആ മാതാപിതാക്കൾ. ഫിറോസ്ക, മുംതാസിൻ്റെ ആ ഒരു മനോഹരമായ വിളി കേട്ട്, എന്താ മോളെ? ഫിറോസ്ക, നിങ്ങൾ എൻ്റെ ഭർത്താവ് മാത്രമല്ല മറ്റാരൊക്കെയാണ് എന്നെനിക്ക് തോന്നുകയാണ്. അതെ മുംതാസ്, എനിക്കും അങ്ങനെ തന്നെ. നിന്നെ എനിക്ക് എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ തോന്നാണ്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാതെ നീ എങ്ങോട്ട് പോയാലും എന്നും ഉണ്ടാവട്ടോ എൻ്റെ മനസ്സിൽ. എനിക്ക് മറക്കാൻ കഴിയില്ലടി. എന്തെന്നറിയില്ല, എവിടെ നിൽക്കുകയോ നഷ്ടപ്പെട്ടത് എനിക്ക് തിരിച്ചു കിട്ടിയ പോലെയാണ് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സത്യമായിട്ടും അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ വീണ്ടും വീണ്ടും തോന്നുന്നതും. നീ എത്രയൊക്കെ തന്നെ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും നിൻ്റെ പിന്നാലെ കൂടുന്നത് ഇതുകൊണ്ട് മാത്രമാണടി. നീ എൻ്റെ കൂടെപ്പിറപ്പാണ് എന്നൊരു തോന്നൽ എനിക്ക് വരികയാണ്. സ്വന്തം ഭാര്യയെ ആർക്കെങ്കിലും എങ്ങനെ തോന്നോ എന്ന് എനിക്കറിയുന്നില്ല. മുംതാസിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അവൾ അവൻ്റെ കൈകളിൽ തലോടിക്കണ്ട് പറഞ്ഞു, ഫിറോസ്ക, പറ മോളെ. അതെ, എനിക്കുണ്ട് ഒരു വലിയ കഥ പറയാൻ. പറയൂ. അത് ഞാനൊന്നും ജനിച്ചിട്ടില്ലാത്ത കാലം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരേ ഒരു മോനായിരുന്നു ഉണ്ടായിരുന്നത്. ആ മോൻ അവർ കണ്ണിൽ എണ്ണൊഴിച്ച് ഉണ്ടായൊരു മോനാണ്. എത്രയോ നേർച്ചകൾ നേർന്ന് കിട്ടിയതാണ് ആ മോനെ. അതെ, ആ മോനുമായി ഒരിക്കൽ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് കളിക്കാൻ ഉല്ലാസത്തിന് വേണ്ടി പോയപ്പോൾ, അതും വിദേശ രാജ്യത്ത് പോയപ്പോൾ, ഒരു നിമിഷം തിരക്കുകൾക്കിടയിൽപ്പെട്ട് അവൻ കളിച്ച് അവനേതോ ഉമ്മയും ഉപ്പയും കാണാതെ ഇല്ലാതായി എങ്ങോട്ടോ കൺമറഞ്ഞു പോയി. ആരോ പറഞ്ഞ് വാഹനത്തിൽ കയറിപ്പോയെന്നോ ആരെ കൈപിടിച്ചു കൊണ്ടുപോയെന്നോ എന്നൊക്കെ പറഞ്ഞു. അത് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വലിയൊരു ഷോക്കായി മാറി. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ തിരഞ്ഞിട്ട് കാണുന്നേ ഇല്ല. മോനെ ഫിറോസേ, ഫിറോസ് മോനെ എന്ന് പറഞ്ഞ് ആ ഉമ്മയും ഉപ്പയും ഒരുപാടങ്ങ് അവിടെയെല്ലാം തിരഞ്ഞു. ആ കൂട്ടത്തിൽ പലരും തിരയുവാൻ സഹായിച്ചു. പക്ഷേ അവരുടെ പ്രിയപ്പെട്ട മോനെ അവർക്ക് കിട്ടിയില്ല. അന്ന് രാത്രിയാവോളം തിരഞ്ഞു. എല്ലാവരും പോലീസിൽ ഏൽപ്പിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും ആ പ്രിയപ്പെട്ട മോനെ കാണുന്നില്ല. അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ആ ഒരൊറ്റ മോനാണ് പടച്ച റബ്ബി ഞങ്ങൾക്ക് തന്നത്. അവൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഈ ഒരു വിനോദ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ കളിച്ച് അവൻ എങ്ങോ പോയി മറഞ്ഞു. അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. മക്കളുടെ ഇടയിലാണെന്ന് കരുതി ആ മാതാപിതാക്കൾ അവൻ്റെ ആ ഒരു കളിയെല്ലാം കണ്ടിരുന്നു. പക്ഷേ പിന്നീട് അവൻ്റെ ആ മുഖം ആ കൂട്ടത്തിൽ കാണാതെയായി. അവർ ആകെ അലഞ്ഞു. കരഞ്ഞു തളർന്ന മനസ്സും ശരീരവും. റബ്ബേ, ഞങ്ങളുടെ പൊന്നു മോനില്ലാത്ത ആ ഒരു രാത്രി, അല്ലാ എൻ്റെ കുട്ടി. ആ ഉമ്മ കരഞ്ഞ് നിലവിളിച്ചു. ആ പിതാവ് എത്രയേറെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ ഉമ്മക്ക് ചെറിയൊരു അസുഖം പോലെയായി. മകൻ നഷ്ടപ്പെട്ട ഒരു ഉമ്മയുടെ വേദന. അവർക്ക് മെൻ്റലി ഒരു പ്രോബ്ലം വന്നു. ശരിക്കും ഒരു മാനസിക രോഗിയായി ആ ഉമ്മ മാറുകയായിരുന്നു. എൻ്റെ ഫിറു, എൻ്റെ പൊന്നുമോൻ, എൻ്റെ ഫിറോസ് മോനെ, ഉമ്മാൻ്റെ അടുത്തേക്ക് ഒന്ന് വാ. ഉമ്മാൻ്റെ കുട്ടീനൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കട്ടെ. എനിക്ക് കൊതിയായിട്ട് വയ്യ. ഒന്ന് വാ. ഉമ്മാൻ്റെ പൊന്നിനെ കാണുന്നില്ലല്ലോ. ഉമ്മാൻ്റെ പൊന്നൊന്ന് വന്നേ. വരി. അങ്ങനെ എന്തോ ഒരു സുഖമില്ലാത്ത രീതിയിൽ ആ ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. അതെ, എപ്പോഴും ആ ഉമ്മ ആ മകനെ നല്ല രീതിയിൽ ലാളിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ അത് പെട്ടെന്ന് ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടപ്പോൾ ആ ഉമ്മാക്ക് അത് വല്ലാത്ത ഒരു ക്ഷതമായി മാറി. അത് വല്ലാത്തൊരു ക്ഷതം ഏറ്റു. അത് മനസ്സിനെ വല്ലാതെ ബാധിച്ചു.
കുറച്ച് സമയം തൻ്റെ ഭാര്യ അതാ മാനസികമായി ഏറെ പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അവർ പറഞ്ഞു, ഭാര്യയ്ക്ക് ശരിക്കും നല്ല രീതിയിൽ മാനസികമായി തളർന്നിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം പിടിക്കും ഇതൊന്ന് റെഡിയായിരിക്കാൻ. ആ ഉപ്പ ആകെ തളർന്നു. തൻ്റെ പൊന്നു മോനെക്കുറിച്ച് അന്വേഷിക്കണോ അതോ തൻ്റെ ഭാര്യയെ സംരക്ഷിക്കണോ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ എത്രയോ സ്വത്തുകൾക്കുടമ, അവകാശി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടം അദ്ദേഹത്തിൻ്റെ മകൻ്റെ നഷ്ടമായിരുന്നു. റബ്ബേ, എന്തൊക്കെ തന്നെ ഉണ്ടായിട്ടും എത്രയൊക്കെ തന്നെ കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടായിട്ടും എല്ലാ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം, എൻ്റെ കുഞ്ഞില്ലാത്ത ജീവിതം, എൻ്റെ ഭാര്യയ്ക്ക് അസുഖമായ ആ ഒരു ജീവിതം റബ്ബേ കഴിയില്ല. ആ ഉപ്പ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തുകൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ ആ ഉമ്മയുടെ അസുഖത്തിന് മാറ്റം വന്നു തുടങ്ങി. എങ്കിലും എൻ്റെ ഫിറു ഉമ്മാൻ്റെ കുട്ടിയുടെ ഉമ്മാൻ്റെ പൊന്നു മോനൊന്ന് വന്നാണ്, ദാ ഉമ്മാക്കൊരു മുത്തം തന്നാണ്. അതായിരുന്നു ആ ഉമ്മ എപ്പോഴും ഇടയ്ക്കിടെ പറഞ്ഞിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഉമ്മ അതാ വീണ്ടും ഗർഭിണിയാവുകയാണ്. ഗർഭിണിയായി ഒരു പെൺകുഞ്ഞാണ് പടച്ച റബ്ബ് അവർക്ക് നൽകിയത്. ആ കുഞ്ഞിനെ അവർ നിലത്തും താഴത്തും വെക്കാതെ തന്നെ നല്ല രീതിയിൽ സുരക്ഷിതമായി നോക്കി. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ നല്ല രീതിയിൽ നോക്കുകയാണ്. അവളുടെ ഇഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്ത് അവൾക്ക് ഇഷ്ടത്തിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടും വാഹനമായിട്ടും എല്ലാം അവളുടെ ഇഷ്ടത്തിന്. ഞങ്ങളുടെ പൊന്നുമകൻ പടച്ച റബ്ബേ ഏതായാലും നഷ്ടപ്പെട്ടു, അല്ലാഹ് മരിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കരുതേ അല്ലാഹ്. ആ ഉമ്മയും ഉപ്പയും അതായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. പഠിച്ചവനെ, ഞങ്ങളെ കുഞ്ഞിനെ ആരുടെയും കൈകളിൽ നീ സുരക്ഷിതയാക്കണം റബ്ബേ. ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു പ്രാർത്ഥന അത് പലപ്പോഴും മുംതാസ് കേൾക്കാറുണ്ടായിരുന്നു. അവളും വിചാരിച്ചു, പാവം ഇക്കാക്ക, മോളെ മനുകുട്ടിക്ക് ഒരു ഇക്കാക്ക ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഉമ്മ എപ്പോഴും കരയുമായിരുന്നു. ഉണ്ടായിരുന്നു മോളെ, ഇക്കാക്ക ഉണ്ടായിരുന്നു, ഉമ്മാൻ്റെ കുട്ടിക്ക് അവനെ കാണാനുള്ള വിധിയില്ല. പൊന്നു മോളെ, ഉമ്മ ഇക്കാക്ക എന്നാ തിരിച്ചു വരിക? പലപ്പോഴും ആ ഉമ്മയുടെയും ഉപ്പയുടെയും ചോദിക്കും, ഉമ്മ ഉപ്പ ഇക്കാക്ക ഉണ്ടെങ്കിൽ എനിക്ക് കളിക്കായിരുന്നു അല്ലേ? മോളെ, ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ വെച്ച് കാണാം, അല്ലാതെ ഇവിടെ നിന്ന് ഒരിക്കലും. ഒരുപാട് തിരഞ്ഞന്വേഷിച്ച് എത്രയോ ക്യാഷ് മുടക്കി, പക്ഷേ വേണ്ട. അല്ലാഹ് എൻ്റെ കുഞ്ഞിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. ആ ഉമ്മയും ഉപ്പയും അത് മാത്രമായിരുന്നു പ്രാർത്ഥിച്ചത്. മകൾ വളർന്നു വലുതായി, അവൾക്ക് വിവാഹപ്രായമായി. പലരെയും അവൾ കാണാൻ വന്നവരിൽ നിന്ന് തിരിച്ചയച്ചു. നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അതിനിടയ്ക്ക് അവൾക്കൊരുത്തനെ ഇഷ്ടമായി. പക്ഷേ അവൻ്റെ നിക്കാഹ് കഴിഞ്ഞതാണെന്നറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വിങ്ങിപ്പൊട്ടി. പിന്നീട് വിചാരിച്ചു, വേണ്ട, ഉമ്മയും ഉപ്പയും നിർദ്ദേശിക്കുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കും എന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ മുൻപിൽ ഡോക്ടർ ബാദുഷ വന്നത്. മോളെ, ആ കഥയെല്ലാം കേട്ട് അവൻ ഞെട്ടിത്തിരിച്ചു പോയി. മോളെ മുംതാസ്, ഇക്കയുടെ പൊന്നു മോളാണോ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അതാ കെട്ടിപ്പിടിച്ച് കരയുന്നു. അതേ ഇക്ക, എൻ്റെ ഉമ്മക്കും ഉപ്പക്കും നഷ്ടപ്പെട്ടു പോയ ഫിറോസ് മോനാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്ക് 99% അതാണ് തോന്നുന്നത്. പക്ഷേ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ അതുണ്ടായിരുന്നു. ഇപ്പോൾ താടിയും മീശയൊക്കെ വന്ന ഇക്കാക്കയെ എനിക്കൊരിക്കലും തിരിച്ചറിയുന്നില്ല. പക്ഷേ എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് ഇവിടുത്തെ ഉമ്മയോടും ഉപ്പയോടും. അതെല്ലാം കേട്ട് അവനതാ കരയുകയാണ്. അപ്പോൾ യാഥാർത്ഥ്യമായിരുന്നു എല്ലാം. എന്നോട് ഇവിടുത്തെ ഒരു കസിന് പറഞ്ഞിരുന്നു, നീ ഇവിടുത്തെ മോനല്ല, ഒരിക്കലും വേറെ ആരുടെയാണ് എന്നൊക്കെ. ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായി. അല്ല മുംതാസ്, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ല, അവർ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അറിയില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ, പ്രിയപ്പെട്ട ഉപ്പയെ ഞാൻ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. അറിഞ്ഞില്ല സത്യമായിട്ടും. ഫിറോസ്ക, അതെ, ഞാൻ ചോദിച്ചു നോക്കട്ടെ ഇവിടുത്തെ ഉമ്മയുടെയും ഉപ്പയുടെയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന്
വേണ്ട മോളെ വേണ്ട, അവർ സന്തോഷത്തിലാണ്. അവരുടെ സന്തോഷം നിലനിൽക്കട്ടെ. ഒരിക്കലും ഈ രഹസ്യം ഞാൻ അറിഞ്ഞെന്ന് അവരറിയാൻ പാടില്ല. മോളെ എന്തായാലും വേണ്ടില്ല, നാളെ തന്നെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് കേരളത്തിലേക്ക് പോകണം അത്യാവശ്യമായിട്ട്. ഫിറോസ്ക സത്യമായിട്ടും? അതേ മോളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. സന്തോഷം നിറഞ്ഞ ആങ്ങളുടെയും പെങ്ങളുടെയും ജീവിതം. പഠിച്ച റബ്ബേ, ഇത്രക്കും നല്ലൊരു ജീവിതം ഞങ്ങളെ ഈ ജീവിതത്തിൽ നീ ഒരുമിപ്പിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചതേയില്ല. റബ്ബേ, ഒരുപാട് കാണാൻ കൊതിച്ച തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്ക, തൻ്റെ കുടുംബം എവിടെ എന്ന് അന്വേഷിച്ച് നടന്ന ആ ഒരു ഡോക്ടർ ഫിറോസ്, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ കുടുംബം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നഷ്ടപ്പെട്ട തൻ്റെ ഇക്കാക്കയാണ് തൻ്റെ മുമ്പിൽ തന്നെ നിക്കാഹ് കഴിച്ചതെന്ന് ഉള്ള കാര്യം അവൾ അറിഞ്ഞപ്പോൾ അവൾ ശരിക്കും സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി. ഇക്കാക്ക, അപ്പോൾ ഇന്നു മുതലേ ഇക്കാക്കയെ കെട്ടിപ്പിടിച്ച് ഞാൻ കിടക്കൂട്ടോ. എൻ്റെ ഇക്കാക്കയല്ലേ, എൻ്റെ പൊന്നിക്കാക്കയല്ലേ. ഇക്കാക്കയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലേ കാക്ക. നമുക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കലേക്ക് പോകണം. ഇൻഷാ അല്ലാ. മോളെ നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. സന്തോഷത്തോടു കൂടി അതാ അവനും അവളും കൂടി അവിടുത്തെ മമ്മയുടെയും പപ്പയുടെയും അരികിലേക്ക് ചെല്ലുന്നു. മമ്മയും പപ്പയും ഇവരുടെ ഈ ഒരു സന്തോഷ നിമിഷങ്ങൾ കണ്ട് വളരെയധികം സന്തോഷിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹുവേ പഠിച്ചോനെ, എൻ്റെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, ആമീൻ. ഉമ്മ ഉപ്പ, നാളെ കേരളം വരെ ഒന്ന് പോകാനുണ്ട്. ഇൻഷാ അല്ലാ. മക്കൾ പോയിക്കോളൂ, മക്കൾ എങ്ങോട്ടച്ച ടൂറ് പോയിക്കോളൂ, യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല. നിങ്ങൾ സന്തോഷത്തോടെ കഴിയണേ കണ്ടാൽ മതി. ആ ഉമ്മയും ഉപ്പയും പിറ്റേ ദിവസം അവരെ അതാ എയർപോർട്ടിൽ വരെ ചെന്ന് യാത്ര അയക്കുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.